ഗൈസ്, ഞങ്ങളുടെ ഗ്രാജുവേഷനാണ്. ഞങ്ങൾ അസംഷൻ കോളേജിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമെന്ന് തന്നെ സംശയമാണ്. അതെ, ഇനി ഒരിക്കലും വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും നല്ല ഒരുങ്ങിയൊക്കെ വരുവാണ്. സോണി ഇതുവരെ വന്നിട്ടില്ല. ഗൈസ്, ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടു. ഇപ്പോൾ ശ്രേയ വാഷ്റൂം വരെ പോയപ്പോൾ സോണി ഇതുവരെ വന്നിട്ടില്ല. സോണി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ആദിത്യം പോകുന്നു. കാണിക്കാം. എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. കണ്ടോ, വീട്ടുകാരാണ്. ഹലോ ഗൈസ്, ശ്രേയനെ കണ്ടോ? ഹലോ, കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. എന്താണ് അലീനയ്ക്ക് പറയാനുള്ളത്? സന്തോഷമുണ്ട്. 3 കൊല്ലത്തിന്റെ കൈ കിട്ടാൻ പോകുന്നതിന് സന്തോഷം. എന്താ ഐശ്വര്യക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം. വർഷയ്ക്ക് എന്താ പറയാനുള്ളത്? പറയടേ, എന്താണ് പറയാനുള്ളത്? ഗ്രാജുവേറ്റ് ആവുന്നത് ഇവിടുന്ന് പോവല്ലേ, നിങ്ങളെയൊക്കെ ഇനി എപ്പോ കാണും? അതെ, ഫ്ലോറയുടെ ഡ്രസ്സ് കാണിച്ചേ. ഫ്ലോറ ഇന്ന് കറങ്ങിക്കേ. എടുത്തുതരാം. ആദ്യത്തേക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങള് താഴോട്ട് പോകാൻ എവിടെ? കൊള്ളാം കൊള്ളാം. തൊപ്പിയൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ പരന്നിരിക്കുന്നു. എനിക്കിത് കണ്ടിട്ട് ഈ ഇതൊന്ന് ചരിഞ്ഞിരിക്കുന്നേ. ഞങ്ങളെ കണ്ടോ, ഉണ്ണിയപ്പം പോലെ ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് മറ്റേ ഹാരി പോട്ടറിലെ മിനിസ്റ്ററിൽ അവർ തൊപ്പിട്ട് വെക്കുന്നത് അതുപോലെ തോന്നുന്നത്. നമ്മളെല്ലാം ഇന്ന് തീർത്തു കൊടുക്കും. ചിലരുടെയൊക്കെ അഹങ്കാരം നമ്മൾ തീർത്ത് കൊടുക്കും. ഇതെന്ന് വെച്ചാൽ നമ്മള് തൊപ്പിയൊക്കെ ഇട്ട് നമ്മളവിടെ സ്റ്റേജിലോട്ട് പോകാൻ പോവാണ്. ഇത് കണ്ടോ പിള്ളേരെ? പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോണി ഇതിൽ വന്നിട്ടില്ല. സോണി ഇതിൽ വന്നിട്ടില്ല. സോ ഹായ് ഗൈസ്, ഗാഥയൊക്കെ എൻ്റെ ഗ്രാജുവേഷന് വന്നതാണ്. സായിജ ഉണ്ടായിരുന്നു, സായിജ പോയി. അപ്പോൾ ക്ലാസ് റൂം കാണിച്ചു തരാം. എല്ലാവരും വീട്ടിൽ പോയി. ഇനിയും ഞാൻ ഈ ക്ലാസ് റൂമിൽ വരുമെന്ന് അറിയത്തില്ല. സോ മാളവിക എനിക്ക് അയച്ചു തന്നതാണ്. താങ്ക് യു മാളു. അപ്പോൾ കഴിഞ്ഞു, ഗ്രാജുവേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞു. നമ്മള് വീട്ടിൽ പോവാണ്. ഗാഥയ്ക്ക് എന്താണ് പറയാനുള്ളത്? കൺഗ്രാജുലേഷൻസ്. ഞാൻ അങ്ങനെ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കുന്നു. പക്ഷെ എന്തോ പോരല്ലേ, ക്ലൈമറ്റ് മഴ പെയ്തായിരുന്നു. പക്ഷെ ഒരു കോളേജ് വിട്ട് വന്നോണ്ട് സോ ഗൈസ് ബൈ. എന്നാ ശരി, ഇനി വേറൊരു ബ്ലോഗ് വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ ബൈ.